ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് റെഡിയായി പോകുന്നത് എങ്ങോട്ടാണെന്നൊക്കെ വഴിയെ പറയാം വിശേഷങ്ങളൊക്കെ. അപ്പം എന്നെ കണ്ണിപ്പോൾ ഇങ്ങനെ തള്ളി വരുന്നത് എന്ത് കണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങാറായപ്പോഴാണ് ബിച്ചുവിൻ്റെ നിക്കറൊക്കെ നനഞ്ഞത് പോയി വെള്ളത്തിൽ ഇരുന്നിട്ട്. അപ്പം ആദ്യമേ മോർണിംഗ് നമ്മൾ എണ്ണീറ്റിട്ട് ആദ്യമേ മിച്ചുനെ റെഡിയാക്കുക കേട്ടോ. അവൻ്റെ സ്പെഷ്യൽ ഡേ ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ള ഒരുക്കങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവന് നമ്മൾ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പോത്തീസിൽ നിന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സാണ്. ഒരു കോട്ട് സെറ്റായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് അവനെ റെഡിയാക്കി ഡ്രസ്സൊക്കെ ഇടും. ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പി ആട്ടോ അവന് ആ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവന്. അപ്പോൾ അവൻ്റെ സ്പെഷ്യൽ ഡേ ആണെന്ന് അവന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു അതിന് വേണ്ടിയിട്ട് പോവാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഡ്രസ്സ് വൈറ്റും ഒരു ബ്ലൂ കോമ്പിനേഷനാണ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറായിരുന്നു. ബ്രൗൺ അല്ല, ആഷോ ആ ഒരു കളറായിരുന്നു. പാൻറ്റ് വന്നിട്ട് ഒരു കോൺട്രാസ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെയും ബേബിൻ്റെയും ഡ്രസ്സ് വന്നിട്ട് ബ്ലൂ കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സായിരുന്നു എൻ്റെ ഒരു സ്കേർട്ടും ടോപ്പും ആയിരുന്നു എൻ്റെ ഡ്രസ്സ് വന്നിട്ട്. അതേ മാച്ചിങ്ങിലുള്ള ഷർട്ടായിരുന്നു ബേബിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സെയിം ആയിട്ടുള്ള അവന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സുമായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ ഇറങ്ങി. നമ്മൾ ആദ്യം പോകുന്നത് വൈറ്റിലയിൽ നിന്ന് നമ്മൾ കടവന്ത്രയാട്ടോ പോകുന്നത്. കടവന്ത്രയിലാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉള്ളത്. അപ്പോൾ അവിടെ പോയി അവനെ പിക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ പോകാനായിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. അതായത് ഡിസ്ട്രിക്ട് 7ലാണ് നമ്മൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ വെൽക്കം ചെയ്തു. അപ്പോൾ നല്ലൊരു ഡൈനിങ് സ്പേസ് ഉള്ള ഒരു കസ്റ്റോ കഫേയാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു ഇൻറ്റീരിയറൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് മിച്ചുൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവർക്കിങ്ങനെ ഇൻറ്റീരിയറിലും ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നമ്മൾ ടേബിളിൽ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നിട്ട് ഒരു വൈറ്റും റെഡുമായിരുന്നു നമ്മുടെ തീം വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ ബ്ലൂ ആയതുകൊണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ അവർ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തു. നമ്മൾ ടൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അവർ ഇങ്ങനെ ഡെക്കോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്താകുമ്പോൾ നമുക്ക് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇവന് ഇരിക്കത്തുമില്ല ഫോട്ടോസ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു പുറത്തെടുക്കാം. അതാകുമ്പോൾ അവന് ഓടിക്കളിക്കാനൊക്കെ കുറച്ച് സ്പേസ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് നമ്മൾ ഔട്ട്ഡോർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫർ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫൈനലി കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവന് കുറച്ച് സന്തോഷമൊക്കെ ആയിട്ട് നമ്മൾ സ്പൈഡർമാൻ്റെ കേക്കാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്പൈഡർമാൻ്റെ ടോയും കുറച്ച് സ്പൈഡർമാൻ്റെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ സ്പൈഡർമാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്പൈഡർമാന് അവന് കേക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഡെക്കറേഷനിലാണ് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് താഴെ മിഫ്സൽ ബിൻ ഷിജിൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. 3 എന്നൊക്കെ ഇങ്ങനെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൂന്നും ഇവിടെ അവൻ്റെ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അവന് ഭയങ്കര അവനൊക്കെ ഇപ്പോൾ 3 വയസ്സ് ആലോചിക്കാൻ വയ്യ. 3 വർഷമൊക്കെ പെട്ടെന്ന് പോയി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നിട്ട്. നോമ്പായതുകൊണ്ട് നമ്മളൊരു 1 മന്ത് മുന്നേ തൊട്ടേ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു ടൈമിൽ പിന്നെ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബേബിയുടെ കുഞ്ഞു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ തന്നെ കൊച്ചിയിൽ നിങ്ങൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഡിസ്ട്രിക്ട് 7 നല്ലൊരു സ്പേസ് ആയിരിക്കും. നമുക്ക് ഇൻറ്റീരിയറിലും ഔട്ട്ഡോറിലൊക്കെ നമുക്ക് ഇതേപോലെ ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൻ്റെ നമുക്ക് ഡെക്കറേഷൻ ഒരു പ്രൈസ്, കേക്കിന് ഒരു പ്രൈസ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എത്ര പ്രൈസായി കേക്കിൻ്റെ അത് ഡെക്കറേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.